പ്രേതങ്ങളെയും ഭൂതങ്ങളെയും ഒക്കെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് മാത്യൂസ് സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. പ്രേതം, ഭൂതം, യക്ഷി എന്നൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സാധനമുണ്ടോ എന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിനൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസും എക്സ്പ്ലനേഷൻസും ഉണ്ട്. സാർ നമസ്കാരം, മീഡിയ മലയാളത്തിലേക്ക്. സാർ ഒരു ഗോസ്റ്റ് ഹണ്ടറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണല്ലോ, ഒരു ഗോസ്റ്റ് ഹണ്ടറാണ്. എന്താണ്, വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ ഗോസ്റ്റ് ഹണ്ടർ എന്ന് പറഞ്ഞാൽ സാർ ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താണ്? മൊത്തത്തിലുള്ള സത്യാവസ്ഥയാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതിന് പല വശങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഈ ഭൂതപ്രേത പിശാചുക്കളെന്ന് പറയുന്നത്. ഈ ഭൂതം, പ്രേതം എന്നുള്ള ആ സാധനം ആക്ച്വലി ഉണ്ടോ? അതാണ് എൻ്റെ അന്വേഷണം. ഈ ആളുകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അതിന് പല വിശദീകരണങ്ങളും ഉണ്ടായിരിക്കാം. സാറിന് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് അതിലൊരു അനുഭവം വിശദീകരിക്കാവോ? ഉദാഹരണമായിട്ട് ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ അസാധാരണമായ ഒരു രൂപം കണ്ടു. കണ്ടു. അതായത് ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതൊന്നും കാണാറില്ല. എൻ്റെ കൂടെ സൈക്കിക് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലാണ് സാധാരണ കാണുന്നത്. ഈ സൈക്കിക് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ എന്താണ് സാർ? അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? നമ്മളെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല സൈക്കിക് എന്ന് പറയുന്നത്. അതെ, നമ്മളെല്ലാവരും സൈക്കിക്കാണ്, പക്ഷേ വിഭിന്ന അളവുകളിലാണ്. അപ്പോൾ ചിലർക്ക് ഈ സൈക്കിക് നേച്ചർ കൂടുതലുണ്ടായിരിക്കും. അവരെയാണ് നമ്മൾ സൈക്കിക് എന്ന് പറയുന്നത്. സൈക്കിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാരാനോർമൽ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ് സൈക്കിക് എന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകാറുള്ളൂ, വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകാറുള്ളൂ. ചിലർക്ക് ഉണ്ടാകുകയില്ല. അപ്പൊ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും എൻകൗണ്ടർ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് എൻകൗണ്ടർ ചെയ്യുന്ന ആൾക്കാരാണോ കൂടുതൽ, ചെയ്യാത്ത ആൾക്കാരാണോ കൂടുതൽ? മീഡിയം ലെവലാണ് കൂടുതൽ. ഓക്കെ. കൂടുതൽ ആളുകൾക്കും വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ ജീവിതത്തിൽ 2-3 പ്രാവശ്യമേ ഉണ്ടായുള്ളെന്ന് വരും. അവർ നേരിട്ട് കാണുമോ പ്രേതത്തെ? അത് ഈ പ്രേതം മാത്രമല്ല, സൈക്കിക് എന്ന് പറയുമ്പോൾ ടെലിപ്പതി, ക്ലെയർവോയൻസ്, പ്രീകോഗ്നിഷൻ, അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ അറിയാം. ഇതൊക്കെ ചേർത്താണ് സൈക്കിക് എന്ന് പറയുന്നത്. വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ അറിയാൻ സാധിക്കും. അതെ അതെ. അപ്പോൾ സാറിന് അത്തരത്തിലുള്ള അനുഭവം, ഒരു പ്രേതാനുഭവം ഉള്ളത് ഒരു അനുഭവം പറയാമോ? ഈ വളരെ ക്ലിയറായിട്ട് ഉള്ളത്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു നെവ്യൂവും കൂടെ ഉണ്ടായിരുന്നു. ഞാനാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത്, നെവ്യൂ ആണ് അടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരിച്ച് വരുന്ന വഴി ഒരു സന്ധ്യാസമയത്ത്, അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ നെവ്യൂ, എൻ്റെ അടുത്തിരിക്കുന്ന ആൾ പെട്ടെന്ന് പറയുന്നു, സാർ ഒരാളെന്ന്. ഞാൻ നോക്കിയപ്പോൾ കാറിൻ്റെ മുമ്പിൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടി വലത്തോട്ട് അയാളെ ഇടിക്കാതെ ഒഴിച്ചുകൊണ്ടിങ്ങി പോന്നു. അപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണ്. പുള്ളി എന്നോട് ചോദിച്ചു, ഈ നെവ്യൂ എന്തിനാണ് ബഹളം വെച്ചത്? ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ലെന്നു. സാറ് കണ്ടായിരുന്നോ? സാറ് കാണാലോ, ഡ്രൈവ് ചെയ്തു. ഞാൻ ക്ലിയറായിട്ട് കണ്ടു. സാറും കണ്ടു? ഞാൻ ക്ലിയറായിട്ട്. അടുത്തിരിക്കുന്ന ആൾ കണ്ടില്ല? തൊട്ടിരിക്കുന്ന ആളാണ് കണ്ടത്, ബാക്കിലിരിക്കുന്ന ആളാണ് കാണാത്തത്. അപ്പോൾ ഞാനൊന്ന് തിരിച്ച് ആലോചിച്ചപ്പോൾ ഇയാൾ വരുന്നത് ഞാൻ കാണുന്നില്ല. നെവ്യൂ സാർ ഒരാളെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് കാണുന്നത് എൻ്റെ നേരെ മുമ്പിലാണ് വണ്ടിയുടെ. ഞാൻ ബ്രേക്ക് ചവിട്ടി ഒഴിച്ചില്ലെങ്കിൽ ഇടിക്കും എന്നുള്ള ഡിസ്റ്റൻസിലാണ് കാണുന്നത്. അത് ഒന്നാമത്തെ കാര്യം. 2, ഇയാൾ, ഞാൻ ഹോൺ ശക്തിയായിട്ട് അടിച്ചു. ഹോൺ അടിച്ചിട്ടും അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല. അയാൾ ഈ കട്ടൗട്ട് മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്യാണ്. കാലുകളില്ലേ? അത് പിന്നെ ആലോചിക്കുമ്പോഴാണ് കാല് നടന്നതായിട്ട് കാണുന്നില്ല. പിന്നെ ഇയാൾ അങ്ങ് വന്ന സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. സാധാരണ ഒരാൾ കാറ് അടുത്തെത്തി ഹോൺ അടിക്കുമ്പോൾ ചാടുകയോ പുറകോട്ട് ചാടുകയോ മുമ്പോട്ട് ചാടുകയോ ഒക്കെ ചെയ്യും. ഇയാൾ വന്ന സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇയാൾ നടന്ന് അങ്ങ് നീങ്ങുന്നുമില്ല, ഇയാൾ അങ്ങ് ഡിസപ്പിയർ ചെയ്യുന്നത് പോലെയാണ്. കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. എന്നാലും
പ്രത്യേകിച്ച് നമ്മൾ റോഡിൽ ഒരു ഗോസ്റ്റിനെ കാണുമെന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഇനി നിങ്ങൾക്ക് തോന്നിയതായിരിക്കുമോ അത്? അത് എനിക്ക് അയാളുടെ വേഷമൊക്കെ ഓർമ്മയുണ്ട്. ഈ കൈലിയാണെന്ന് തോന്നുന്നു, മടക്കി കുത്തിയിരിക്കുകയാണ്. ഒരു മധ്യവയസ്സ് ഉള്ള ആളാണ്. തലയിൽ ഒരു കെട്ടുണ്ട്, വെളുത്ത ഒരു കെട്ടുണ്ട്. ഈ നാട്ടിൻപുറത്തുകാർക്ക് പണ്ടുണ്ടായിരുന്നവന്. അല്ല, എന്തുകൊണ്ടാണ് പർട്ടിക്കുലർലി ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കുക, അത് റോഡിലൊരു ആൾ ഇങ്ങനെ ഇതുപോലെ വല്ല, അത് നിങ്ങൾ കണ്ടു, അടുത്തിരിക്കുന്ന ആൾ കണ്ടില്ല, അതിന്റെ റീസൺ എന്താണ്? ഒന്നാമത്തെ അടുത്തിരിക്കുന്ന ആളാണ് ആദ്യം കാണുന്നത്, ബാക്കിലിരിക്കുന്ന ആളാണ് കാണാത്തത്. അത് അയാൾ ബാക്കിലിരുന്നത് കൊണ്ട് ആയിക്കൂടെ? അങ്ങനെ അല്ല, ഈ കാറിൽ ഒരുപാട് പേരൊന്നുമില്ല. ഇയാൾ മുമ്പോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ് കാറിൽ. ഈ ഒരാൾ ഇങ്ങനെ സാർ സാർ എന്നൊക്കെ പറഞ്ഞ് ബേളം വയ്ക്കുകയും ഞാൻ കാർ വെട്ടി ഒഴിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും നോക്കുമല്ലോ. അപ്പോൾ ഒരാൾ റോഡിൻ്റെ കാറിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും കാണും. അതെന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഇപ്പം ഇതൊരു ഗോസ്റ്റ് ആണെന്ന് വയ്ക്കുക, ഞാനത് സങ്കല്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റി, പുള്ളിക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആ ഗോസ്റ്റ് ആണെങ്കിൽ പുള്ളി എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് പോലൊരു സാഹചര്യം അവിടെ ഉണ്ടായത്? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ? അപ്പോൾ ഈ ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും വിചാരിക്കുന്നത് ഒരു സ്പിരിറ്റ്, ഒരു എൻറ്റിറ്റി എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഈ കൂടുതൽ ഈ പ്രേതങ്ങളും അല്ലെങ്കിൽ ഗോസ്റ്റ് എന്ന് പറയുന്നതും ടൈം സ്ലിപ്പാണ്. ടൈം സ്ലിപ്പ് എന്ന് വെച്ചാൽ പണ്ട് നടന്ന ഒരു സംഭവം നമ്മളിപ്പോൾ കാണുകയാണ്. പണ്ട് നടന്ന സംഭവം നമ്മളിപ്പോൾ കാണുകയാണ്. അല്ല, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ഞാൻ കണ്ട ഈ ഗോസ്റ്റ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വണ്ടി ഇടിച്ച് മരിച്ച ഒരാളുടെ രൂപമായിരിക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ നെവ്യൂവിനോട് ഞങ്ങൾ പിന്നെ ഒരുപാട് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾക്ക് ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അയാൾ ക്ലിയർ സൈക്കിക്കാണ്. അയാൾ കുട്ടിക്കാലം തൊട്ടുള്ള ഇതുപോലെ അയാളുടെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഈ ഒരു ദുരന്ത സംഭവം നടന്ന സ്ഥലത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ സംഭവം അതുപോലെ കണ്ടെന്ന് വരും, ചിലപ്പോൾ ആ സംഭവം അതുപോലെ ആയിരിക്കില്ല കാണുന്നത്, അതിലെ പ്രധാന ഒരു കഥാപാത്രത്തിനെ മാത്രമായിരിക്കും കാണുന്നത്. അതും ഇയാളുടെ അനുഭവങ്ങളും ഇയാളുടെ മുൻവിധികളും ഒക്കെ അനുസരിച്ചുള്ള രീതിയിലായിരിക്കും കാണുന്നത്. അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കേസിൽ ഈ മധ്യവയസ്കൻ നമ്മൾ കണ്ട ആൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വണ്ടി ഇടിച്ച് മരിച്ചതായിരിക്കും. അപ്പോൾ ഈ സൈക്കിക് അവിടെ എത്തിയപ്പോൾ അയാളുടെ മനസ്സിൽ ആ ഒരു സൈക്കിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത ഒരു രൂപമാണ് അയാൾ കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള സൈക്കിക് ആൾക്കാർ മുൻപ് ഇതുപോലെ എന്തെങ്കിലും ദുരന്തം നടന്ന ഏതെങ്കിലും ഭൂമിയിൽ പോയി കഴിഞ്ഞാൽ അത് റീക്രിയേറ്റ് ചെയ്ത് കാണുമെന്നാണോ സാറ് പറയുന്നത്? അത് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ആ സമയവും ഒക്കെ അനുസരിച്ചിരിക്കും. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ലോഡ്ജിൽ ഞാൻ പോയി മുറി എടുക്കുന്നു. ആ ലോഡ്ജിൽ ഒരാൾ മുൻപ് തൂങ്ങി മരിച്ചതാണ് എന്ന് ഞാൻ സങ്കല്പിക്കുന്നതെന്നല്ല, അങ്ങനെ ആയിട്ടുള്ളൊരു മുറിയാണ് എന്ന്. ഓക്കെ, ഇത് ഞാൻ അറിയാതെയാണ് അവിടെ പോയി മുറി എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. മറിച്ച് ഇവിടെ ഒരാൾ തൂങ്ങി മരിച്ചതാണ്, ആ മുറിയിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്, ഈ രാത്രി തങ്ങാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് തന്നെ എൻ്റെ വിവേകത്തെ വികാരങ്ങൾ കീഴ്പ്പെടുത്തി എനിക്ക് പലതും ഹാലൂസിനേറ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ലേ? അങ്ങനെയും ആയിക്കൂടെ അത്? അല്ലാതെ ഒരു ഗോസ്റ്റ് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? ഈ ഗോസ്റ്റ് സാധാരണ ആളുകൾ പറയുന്നത് അവർക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസാണ്, അവർ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് കേസ് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സുരേഷ് ഗോപി നടന്നുൾപ്പെടെ. അപ്പോൾ ഈ ഒരാൾ ഒരു ലോഡ്ജിൽ പോയി ഒരു മുറി എടുക്കുന്നു. അയാൾ പ്രത്യേകിച്ച് സാധാരണ ട്രാവൽ ചെയ്യുന്ന ആളായിരിക്കാം, ഒരുപാട് ലോഡ്ജുകളിൽ താമസിച്ചിട്ടുള്ള ആളായിരിക്കാം. ഇയാളെ ഇങ്ങനെ പകുതി ഉറക്കത്തിൽ നോക്കുമ്പോൾ ഒരു രൂപം ഇങ്ങനെ കയറിൽ തൂങ്ങി ആടുന്നു. ഒരു കയറിൽ തൂങ്ങി ഇങ്ങനെ ആടുന്നു. ഉറക്കത്തിൽ തുറന്നു നോക്കി കണ്ണു തുറന്നു? പകുതി ഉറക്കത്തിലാണ് സാധാരണ ഇത് കാണുന്നത്. പകുതി ഉറക്കത്തിൽ? അത് ഡ്രീമാണോ? അതെ, വരട്ടെ. ഓക്കെ. അപ്പോൾ ഇയാൾ ഈ തൂങ്ങി ആടുന്ന ആളുടെ മുഖമൊക്കെ ശരിക്കും കാണുന്നു, അയാളുടെ വേഷമൊക്കെ കാണുന്നു. അയാൾ ഉടനെ പരിഭ്രമിച്ച് താഴെ ഇറങ്ങിപ്പോയി ലോഡ്ജിൻ്റെ കൗണ്ടറിലിരിക്കുന്ന ആളോട് ചോദിക്കുന്നു, ഞാൻ ഇങ്ങനെ ഒരു രൂപം കണ്ടു, ഇതെന്താണ്? അപ്പോൾ അയാൾ പറയുന്നു, ഇത് 1 മാസം മുമ്പ് ഒരാൾ റൂം എടുത്തു, അയാൾ ആത്മഹത്യ ചെയ്തു. പിന്നെ ഞങ്ങൾ പൂജയൊക്കെ നടത്തി
റൂമെല്ലാം ക്ലീനാക്കി റീപെയിൻറ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങളാണ് ആദ്യം അവിടെ വീണ്ടും താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അതേ രൂപമുള്ള ആളാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അത് ഞങ്ങൾ പൂജയൊക്കെ നടത്തിയതുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക് റൂം തന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ റൂം തരാം എന്ന് പറഞ്ഞ് മാറ്റുന്നു. അപ്പോൾ ഈ പ്രേതം വന്ന് അവിടെ വീണ്ടും കയറി തൂങ്ങി ആടുകയല്ല. അപ്പം മുമ്പ് 1 മാസം മുമ്പ് നടന്ന സംഭവം ഇയാൾ വീണ്ടും കാണുകയാണ്. അയാൾക്ക് ആ സംഭവത്തിനെ കുറിച്ച് ഒരു ധാരണയില്ലെങ്കിൽ പോലും അയാൾ കാണും. അതെ, അതാണ്. അത് സയന്റിഫിക് ആയിട്ട് അതിന് എന്താ പറയുക, നമുക്ക് എന്താ അതിനുള്ള സയന്റിഫിക് റീസൺ ഉണ്ട്? അതിനാണ് ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത്. അതാണ് ടൈം സ്ലിപ്പ്. ഓ, അത് വളരെ അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കും. ഇപ്പം നമ്മൾ അത്ര സൈക്കിക്കല്ല, അതുകൊണ്ട് നമ്മൾ ഈ പ്രസൻറ്റുമായിട്ട് ഇങ്ങനെ ടൈഡപ്പാണ്. നേരെ മറിച്ച് ഒരു സൈക്കിക്കായിട്ടുള്ള ഒരാളാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അയാൾക്കൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അയാൾ ഒരുപക്ഷെ ഇവിടെ കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിക്കും. ഒരു പകുതി ഉറക്കത്തിൽ അയാൾ ചിലപ്പോൾ ഇവിടെ പണ്ട് നടന്ന സംഭവങ്ങളൊക്കെ കണ്ടെന്ന് വരാം. അപ്പോൾ ഇവിടെ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കൂടുതൽ എവോക്കേറ്ററി പവറുണ്ട്. അപ്പോൾ ആ സംഭവമായിരിക്കും ഇയാൾ കാണാൻ കൂടുതൽ സാധ്യത. പിന്നെ നല്ല കൂടുതൽ സൈക്കിക്കായിട്ടുള്ളവർക്ക് അറിയാം ഇത് ഇപ്പോൾ പണ്ട് നടന്നൊരു സംഭവമാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് അവർക്കറിയാൻ സാധിക്കും. കാരണം അവർക്കിത് സാധാരണ അനുഭവമായതുകൊണ്ട്. അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. ചില ആൾക്കാർ അത് അത്ര സൈക്കിക് അല്ലാത്തവർ ഭയപ്പെട്ടു പോകും. പക്ഷേ നല്ല സൈക്കിക്കായിട്ടുള്ളവർ ഭയപ്പെടാൻ സാധ്യതയില്ല. ചിലപ്പോൾ വേറെ ഒരു തമാശ ഉള്ളത്, ഇനി നടക്കാൻ പോകുന്ന കാര്യമായിരിക്കും അവർ കാണുന്നത്. ഇനിയിപ്പോൾ നടക്കുമോ? അവർ കാണുന്ന സാധനം നടക്കുമോ? നടക്കും. അതെന്താണ് അതിന്റെ പിന്നിലെ സയൻസ്? അല്ല, അത് ഫ്യൂച്ചറും പാസ്റ്റും എല്ലാം വാസ്തവത്തിൽ കോ എക്സിസ്റ്റിംഗ് ആണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ റിജിഡായിട്ട് പ്രസൻറ്റുമായിട്ട് ടൈഡപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ സൈക്കിക് ആയിട്ടുള്ളവരുടെ മൈൻഡ് വളരെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമ്മളെ വൈകാരികമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ പണ്ട് നടന്നതായാലും ഇനി നടക്കാൻ പോകുന്നതായാലും കാണാൻ കൂടുതൽ സാധ്യതയുണ്ട്. സാർ, പണ്ടല്ല ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ഈ പ്രേതബാധകൾ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അവരൊക്കെ ഈ സൈക്കിക് ആയിട്ടുള്ള ആൾക്കാരാണോ, അത് യഥാർത്ഥത്തിൽ അവർ ഈ പ്രേതം എന്ന് പറയുന്ന ഒരു സാധനം കയറി കൂടിയിട്ട് അവർ കാണിക്കുന്ന കോപ്രായങ്ങളാണോ? ഇതൊക്കെ എന്താണ് അതിന്റെ പിന്നിലെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു റീസൺ? കൂടുതലും ഇതൊരു മാനസിക പ്രശ്നമാണ്. ഉദാഹരണമായിട്ട് എനിക്ക് കുറച്ച് മന്ത്രവാദി ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഒരു മന്ത്രവാദി തിരുവനന്തപുരത്ത് അടുത്തെവിടെയെങ്കിലുമാണ് ബാധ ഒഴിപ്പിക്കാൻ വരുന്നതെങ്കിൽ അവരുടെ വീട്ടിൽ സ്ഥലക്കുറവാണെങ്കിൽ ഈ ബാധ ഒഴിപ്പിക്കാൻ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ സൗകര്യമാണ്. ഇപ്പം നമ്പൂതിരിമാരാണെങ്കിൽ ഹോമം ചെയ്യും, ഹോമകുണ്ടമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ വീട്ടിൽ സൗകര്യമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യും. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ കാർ ഷെഡ് വെച്ചാണ് ഒരു മന്ത്രവാദി പതിവായിട്ട് ബാധ ഒഴിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മധ്യവയസ്കുള്ള ഒരു സ്ത്രീയാണ് ബാധ. ഞാൻ ബാധ ഒഴിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ കർമ്മമൊക്കെ നടത്തി പകുതിയായപ്പോൾ ഈ സ്ത്രീ എഴുന്നേറ്റ് മന്ത്രവാദിയെ ഓടിച്ചു. മന്ത്രവാദിയെ ഓടിച്ചു. മന്ത്രവാദി ഓടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി സാറ് കൈകാര്യം ചെയ്താൽ മതി, ഞാനിതാ പോകുന്നു. അപ്പോൾ ഞാൻ ഈ സ്ത്രീയെ കൗൺസിൽ ചെയ്തപ്പോൾ അവരുടെ വീട്ടിലുള്ള പ്രശ്നമാണ്. ആരുടെ വീട്ടിലുള്ള? ഈ സ്ത്രീയുടെ വീട്ടിലെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഭർത്താവിൻ്റെ അമ്മയുമായിട്ടൊന്നും ഇവർക്ക് ചേർന്ന് പോകാൻ വയ്യ. ഇവർക്ക് തീരെ അസഹനീയമായപ്പോൾ ഒരു ഡിഫൻസായിട്ട് ഇവരുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ബാധ. ശരി. അവർ വേറൊരു സ്ത്രീയെ പോലെ സംസാരിക്കും, അതെൻ്റെ ദേഹത്ത് കയറിയതാണ് എന്നൊക്കെ ഇവർ പറയും. അപ്പോൾ ആ സ്ത്രീയായിട്ട് ബഹളം കാണിക്കും, മറ്റുള്ളവരെ ഉപദ്രവിക്കും, പാത്രങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കും. അങ്ങനെയാണ് അവർ മന്ത്രവാദം നടത്തിയത്. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ മന്ത്രവാദത്തിന്റെ ആവശ്യമില്ല, ഒരു നല്ലൊരു കൗൺസിലറിന്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതെങ്ങനെയാണ് ഒരു സാഹചര്യം കഴിയുമ്പോൾ ഈ പ്രേതബാധ എന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റ് ഒക്കെ ക്രിയേറ്റ് ആവുന്നത്? ഈ പ്രേതബാധ എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന ആൾക്കാർക്കെല്ലാം ഇതേ പ്രശ്നം തന്നെയായിരിക്കും, അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് അവർക്കുള്ളിൽ അറ്റാക്ക് ചെയ്യുന്നതോ രൂപപ്പെടുന്നതോ ആയിരിക്കും? അങ്ങനെ എന്തെങ്കിലും സാർ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ? അതായത് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലുപരി ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് എവിടെയെങ്കിലും സാറിന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇത് രണ്ടും ടോട്ടലി സെപ്പറേറ്റ് അല്ല, വ്യത്യസ്തമല്ല, രണ്ടും ഭിന്നമല്ല.
കാരണം ഈ പാരാസൈക്കോളജിയിലെ താല്പര്യം ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇത് പാരാസൈക്കോളജി ലിറ്ററേച്ചറിലും ഉള്ളതാണ്, എൻ്റെ കണ്ടുപിടുത്തമല്ല. അതായത് ഈ മനുഷ്യർക്ക് അവർക്ക് താങ്ങാൻ വയ്യാത്ത വികാര വിക്ഷോഭം ഉണ്ടാകുമ്പോൾ സൈക്കിക് എഫക്ട്സ് ഉണ്ടാകാം, എപ്പോഴും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പം ഈ ഒരാൾക്ക് താങ്ങാൻ വയ്യാത്ത മാനസിക വിക്ഷോഭം ഉണ്ടാകുമ്പോൾ അയാൾ തൊടാതെ സാധനങ്ങൾ മൂവ് ചെയ്തെന്ന് വരാം. തൊടാതെ സാധനങ്ങൾ മൂവ് ചെയ്തെന്ന് വരാം. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? എന്തെങ്കിലും അത് എനിക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും, നമ്മൾ തൊടാതെ സാധനങ്ങൾ മൂവ് ആവും. അതായത് നമ്മളിപ്പോൾ ഒരു റിയാലിറ്റിയിലാണ്. എനിക്ക് ഫോൺ എടുക്കണമെങ്കിൽ ഞാൻ കൈ കൊണ്ട് ഇത് പൊക്കിയാലേ പൊങ്ങുള്ളൂ. അപ്പോൾ ധനുഷ് എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയണമെങ്കിൽ എനിക്ക് ധനുഷിനോട് ചോദിക്കണം, താങ്കളിപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓർഡിനറി റിയാലിറ്റി, സാധാരണ വാസ്തവികത. പക്ഷേ നമ്മൾ ഈ ഒരു വാസ്തവികത ഉണ്ടെങ്കിലേ നമുക്ക് അർത്ഥവത്തായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ മനസ്സ് തന്നെ ഉണ്ടാക്കുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ഒരാൾക്ക് അസഹനീയമായ മാനസിക വിക്ഷോഭം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ റിയാലിറ്റിയുടെ അപ്പുറത്ത് പോകും. സൂപ്പർ നാച്ചുറൽ പവർ എന്തെങ്കിലും അവർക്ക് കിട്ടുമോ? അതെ, അവർക്ക് കിട്ടുകയല്ല, അവരറിയാതെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്ത്രീ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാനിവിടെ നേരിട്ട് കണ്ടിട്ടില്ല, അവർ പാലക്കാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അവർ പറയുന്നത് അവർ തലമുറകളായിട്ട് കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളാണ്. അവരുടെ അപ്പൂപ്പനും വലിയപ്പൂപ്പനും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ്, ഭൗതികവാദികളാണ്. അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, മതത്തിൽ വിശ്വാസമില്ല, ഭൂതപ്രേത പിശാചിക്കൽ വിശ്വാസമില്ല. ഇങ്ങനെയാണ് ഇവർ ജനിക്കുമ്പോഴേ അങ്ങനെയാണ് വളർന്നത്. ഇപ്പോൾ ഇവരുടെ വീട്ടിൽ സാധനങ്ങൾ തന്നെ മൂവ് ചെയ്യുന്നു. അളമാരിക്കകത്ത് ഇവിടെ വെച്ച സാധനം പിറ്റേ ദിവസം നോക്കുമ്പോൾ വേറൊരു സ്ഥലത്തിരിക്കുന്നു. പിന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധനങ്ങൾ മൂവ് ചെയ്യുന്നു. ഇതാരോടും പറയാനും ഒക്കത്തില്ല, കാരണം ഇവരൊന്നിലും വിശ്വസിക്കാത്ത ആളുകളാണ്. ഇതെന്താണ്, കുട്ടിച്ചാത്തനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിൽ കൗമാരപ്രായമുള്ള വല്ലവരും ഉണ്ടോ? എൻ്റെ മോളുണ്ട്. അപ്പോൾ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അവർക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അവളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ സാധാരണ കൗമാരപ്രായമുള്ള കുട്ടികൾ, കൂടുതലും പെൺകുട്ടികൾ, അവരെ ഇങ്ങനെ വെളിയിലൊന്നും പോകാൻ അനുവദിക്കാതെ ഒരുപാട് കൺട്രോൾ ചെയ്ത് നിർത്തുമ്പോൾ ഉള്ള ഒരു പൊട്ടിത്തെറിയായിട്ട് ഈ സാധനങ്ങൾ തന്നെ മൂവ് ചെയ്യും. അത് അവരുടെ മാനസിക വിക്ഷോഭം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന് നമ്മുടെ നാട്ടിൽ കുട്ടിച്ചാത്തൻ ബാധ എന്ന് പറയും, വെളിയിലൊക്കെ പോൾട്ടർഗെയ്സ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. പോൾട്ടർഗെയ്സ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മിസ്ചീവസ് ഗോസ്റ്റ് എന്നാണ്. അതായത് ഒരു കുസൃതിയായ ഒരു സ്പിരിറ്റ് കാണിക്കുന്നത് പോലെയാണ് സംഗതികളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് അവർക്കുള്ളിൽ ഉണ്ടാകുന്നത് അവർക്ക് പോലും അറിയാൻ പറ്റില്ല. കുട്ടിക്ക് അറിയണമെന്നില്ല. കുട്ടിക്ക് അറിയാവുന്നത് കുട്ടിക്ക് വെറുപ്പ് മുട്ടുന്നു, എന്നെ വെളിയിൽ വിടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട സാരിയോ ഒന്നും വാങ്ങിച്ചു തരുന്നില്ല, അപ്പം എനിക്ക് വെളിയിൽ പോയി കളിക്കണം, അതിന് വിടുന്നില്ല. ഈ കുട്ടി ഏതെങ്കിലും ആൺകുട്ടിയോട് സംസാരിച്ച് കാണും, അതിനുശേഷം ഇവർ വീട്ടിൽ തടങ്കലിലാക്കി ആയിരിക്കാം. ഇങ്ങനെ ഓരോ വൈകാരികമായിട്ടുള്ള. പക്ഷെ അത് എല്ലാവർക്കും വരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇതേ സമാന സാഹചര്യമുള്ള ഒരു ലക്ഷക്കണക്കിന് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. പക്ഷേ ഈ കുട്ടിക്ക് മാത്രം ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമുണ്ട്. അല്ല, അത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഈ വൈകാരിക വിക്ഷോഭം ഓരോ തരത്തിലുള്ള ഔട്ട്ലെറ്റാണ് കണ്ടുപിടിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പോൾട്ടർഗെയ്സ്റ്റ് വരുന്നത് അവർക്ക് ഒരു ശക്തമായ ധാർമ്മിക ബോധം ഉണ്ടായിരിക്കും. അത് വീട്ടുകാരോട് വഴക്ക് കൂടാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. അപ്പോൾ അവരെല്ലാം മനസ്സിൽ ഒതുക്കും. അങ്ങനെ ഒരു റിപ്രഷൻ, ഒരു അതിരെ അടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് വരുന്നത്. ഇപ്പോൾ എല്ലാം ഈ മനസ്സിലുണ്ടാകുന്ന വിക്ഷോഭമൊക്കെ പറഞ്ഞു തീർക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റിൻ്റെ ആവശ്യമില്ല. അതൊക്കെ സ്വയം
അലോ ചെയ്യാതെ അമർത്തി വെക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പാരാനോർമൽ ഔട്ട്ലെറ്റ് വരുന്നത്. സൈക്കോകൈനസിസ് എന്നാണ് ഇതിനെ പറയുന്നത്. സൈക്കോകൈനസിസ് എന്ന് പറഞ്ഞാൽ മാനസിക പ്രവർത്തനം കൊണ്ട് വസ്തുക്കളിൽ ചലനമോ അവസ്ഥാഭേദമോ സൃഷ്ടിക്കും. ചിലപ്പോൾ തീ ഉണ്ടായെന്ന് വരും. ഇത് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ്. കണ്ടിട്ടുണ്ട്, നേരത്തെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ കത്തി തുടങ്ങുന്നത് കണ്ടിട്ടില്ല, പക്ഷെ കത്തുന്ന അവശിഷ്ടങ്ങളും തീ കത്തി നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ.